നമ്മളൊരു അയൽവാസി ഉണ്ടായിരുന്നു. ബാപ്പാനോട് നമ്മള് പറയിപ്പ അയൽക്കാരന് ഇങ്ങനെ ഓരോ കൊല്ലം മതിലിങ്ങനെ കെട്ടുണ്ട്. മതില് കഴിഞ്ഞൊല്ലം കിട്ടിയതാ, അതാ അവിടെയാണ്. കൊല്ലം കുറച്ചുകൂടി ഇങ്ങോട്ട് ഒരു ചാണ് ഇങ്ങോട്ടാണ്. ബാപ്പ പറയും, മക്കളെ തർക്കിക്കാൻ നിൽക്കണ്ട, ഭൂമിയല്ലേ, ഭൂമി ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടും. മൂപ്പര് കെട്ടിയിട്ട് ബാക്കി എത്ര ഉണ്ടോ നമ്മക്കത് ഉപയോഗിക്കാം. അവിടെ കെട്ടാലോ, ദയവായിട്ട് നമുക്ക് അവിടെ കൃഷിയൊക്കെ നടത്താലോ. മൂപ്പര് എത്ര കെട്ടിയാലും ഈ ദുനിയാവെന്ന് മൂപ്പര് ജീവിക്കുന്ന കാലത്തോടെ ഉപയോഗിക്കുള്ളൂ, അത്രേ ഉള്ളൂ. ഖബറിലേക്ക് കൊണ്ടുപോകല്ലോ, ഭൂമിയോടെ ഉണ്ടാവില്ലേ. വിഷമിക്കണ്ടോട്ടെ, കെട്ടിക്കോട്ടെ, അതിന്റെ പേരിൽ ഒരു വർത്താനം ഉണ്ടാക്കണ്ട. ഒരു ചാൺ ഭൂമിന്റെ പേരിലാ കുടുംബം രണ്ടായി കിടക്കുന്നത്. ഒരു ചെറിയ അതിര് തർക്കം ഉണ്ടായോ ഇല്ലേ സംശയമാണ്. പഞ്ചായത്ത് നാളൊക്കെ വന്നിന്ന് അളന്നു നോക്കുമ്പോ സംഗതി പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല, എപ്പോഴും മനസ്സിൽ സംശയമാണ്. പഞ്ചായത്ത് നാള് വന്നു, മേൽഘടകത്തുനിന്ന് വന്നു, സംസ്ഥാന തലത്തുനിന്ന് വരെ ആള് വന്നു, അളന്നു, അളവോടളവ് അളന്നു. അളന്നിട്ട് കൃത്യമാണ്, അപ്പുറത്തൊന്നും കൂടെ ആയിട്ടൊന്നുമില്ല, റെഡിക്ക് തന്നെ മതിലോ കെട്ടിയത്. എന്നാലും നമ്മളെ മനസ്സിൽ ആശങ്ക, എന്നാലും ആ മതില് ശരിയല്ലേ, പൊളിക്കണം. എന്തിനാണ് അവിടെ നിന്നോട്ടെ, ഒരു ചെറിയ ഒരു ചാണ് ഭൂമിക്ക് വേണ്ടി എന്തിനാ ഒരു ബന്ധം വെറുതെ വഷളാക്കണത്? എന്തിനാ അതിന്റെ ആവശ്യം? അതിന്റെ ആവശ്യമൊന്നുമില്ല. അത് വിട്ടുവീഴ്ച ചെയ്യാനേ ഉള്ളൂ. ആരും കൊണ്ടുപോകൂല സഹോദരങ്ങളെ, ആരും കൊണ്ടുപോകൂല. എല്ലാവർക്കും കണക്കാക്കിയ ഭൂമി പള്ളിക്കാട്ടിൽ റിസർവ് ചെയ്തിട്ട് മരിച്ചു കൊടുത്താൽ മതി, അവിടെ കൊണ്ടേക്കും. അതിലപ്പുറം ഒന്നും കിട്ടൂല. ഞമ്മക്ക് ആ കണക്കാക്കിയ സ്ഥലത്തെ കുറിച്ച് ഏറെ കബർ ആരെങ്കിലും ഊഹിച്ചു തരുമോ? ഇല്ലല്ലോ. ഒരാൾക്കുള്ള കണക്കനുസരിച്ച് രണ്ടാൾക്കുള്ള കബർ ഒരാൾക്ക് ഊഹിച്ചു തരുമോ? അതിനാരാ സമ്മതിച്ചു കൊടുക്കാം? രണ്ടാളെ വീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ഇരിക്കാനും കിടക്കാനും ഉയരാനൊക്കെ പാകത്തിനൊരു വിശാലമായ കബർ രണ്ടാൾ കിടക്കാൻ പറ്റിയ, മലം നടക്കാൻ പറ്റിയ കുഴിക്കോ? കുടിക്കൂല. ചെരിച്ചു വെക്കാൻ പറ്റിയ ഒരു സ്ഥലം, ഒന്ന് ചെരിഞ്ഞു കടന്നാൽ വലത്തെ ഭാഗത്തേക്ക് കടത്താൻ പറ്റിയ ഒരു സ്ഥലം, മലർന്നു കടന്നാൽ രണ്ട് കൈയും മേലെ വെച്ചാൽ തന്നെ ഇടുങ്ങിക്കിടക്കുന്ന ഒരു ചെറിയ കുഴി, അതല്ലേ നമുക്ക് കണക്കാക്കപ്പെട്ടത് ഈ ദുനിയാവില്. പിന്നെന്തിനാ ഇത്രയും തർക്കങ്ങളും പണക്കങ്ങളൊക്കെ? വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക. ഇനി അങ്ങനെ വല്ലതും സംഭവിച്ചോ, ഇനി അയാൾ തിരുത്തൂലെങ്കിൽ നമ്മൾ അയാളെ നന്നാക്കാനുള്ള മാർഗം മാപ്പ് ചെയ്തു കൊടുക്കാന്നാണ്. അങ്ങനെ എന്റെ മാർഗം, അതാ നല്ല മാർഗം. നമ്മളെ മൂത്താപ്പ മരിച്ചുപോയി, ഹജ്ജോ കഴിഞ്ഞു വന്നിട്ടാ മരിച്ചത്. നല്ല റായത്തില് ഹജ്ജിന് പോകാൻ കഴിയുമെന്നൊക്കെ ഞങ്ങൾ സംശയിച്ചിരുന്നു. കാൽമുട്ടിന് അത്രയും വലിയ വേദനയാണ്. പക്ഷെ മൂത്താപ്പ പറഞ്ഞു, ഹജ്ജിന് അവിടെ എത്തിയോക്കുമ്പോ വേദന ഒന്നും അറിഞ്ഞില്ല, ഞാൻ നടന്നിട്ട് തന്നെ ഒക്കെ ചെയ്തു പറഞ്ഞു. നമ്മൾ അതിശയിച്ചു പോയി. ഒരു കാലിങ്ങനെ പതുക്കെ ഇങ്ങനെ ബലം പിടിച്ചിട്ട് അവിടെ നിന്നൊക്കെ നടക്കല്. അവിടെ എത്തിയപ്പോ മുപ്പര് പറഞ്ഞു, ഞങ്ങൾ ഉഷാറായിട്ട് നടന്നു, വീൽ ചെയറൊന്നും വേണ്ടി എന്തില്ലായിരുന്നു. അള്ളാഹുത്താല മൗഫിറത്തും റഹ്മത്തും ഏറ്റി കൊടുക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ച എല്ലാ മരിച്ചുപോയ ബന്ധുക്കൾക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ഖബറിടം അള്ളാഹു സ്വർഗമായി കൊടുക്കട്ടെ. മരിക്കുന്നതിന് മുമ്പ് മൂത്താപ്പാനെ കാണാൻ വേണ്ടി നമ്മൾ ചെന്നു, ഞാനും ജ്യേഷ്ഠനൊക്കെ ചെന്നു. ബാപ്പ ഇല്ലെങ്കിൽ പിന്നെ ബാപ്പാന്റെ സ്ഥാനത്ത് എന്ത് ചോദിക്കാനും പറയാനൊക്കെ ഉള്ള മൂത്താപ്പല്ലേ. മൂത്താപ്പാനെ കാണാൻ വേണ്ടി ചെന്നു. വലിയ അസുഖമൊന്നുമില്ല, ചെറിയ വേദനകളൊക്കെ ഉള്ളു. മൂത്താപ്പാനോട് ചോദിച്ചു, മൂത്താപ്പ പഴയ കാലത്തെ കന്നച്ചവടക്കാരനാണ്, ചന്തയിൽ കന്നിറക്കിയിട്ട് അങ്ങനെ കച്ചവടം ചെയ്തു. അപ്പൊ മുത്താപ്പ ആർക്ക് എന്തെങ്കിലും കൊടുക്കാണ്ടോന്ന് ചോദിച്ചു. വെറുതെ ചോദിച്ചതാ. മുത്താപ്പ പറഞ്ഞു, കൊടുക്കാനുള്ള കണക്ക് കുറച്ചുണ്ടായിരുന്നു, അത് ഹജ്ജിന് പോണതിന് മുമ്പ് കൊടുത്താണ് വീട്ടിൽ. കുറച്ച് സ്ഥലം വിറ്റിട്ട് ആൾക്കാർക്ക് അത് കൊടുത്തു. ഇനിയിപ്പോ ആ കണക്കൊന്നും ബാക്കിയില്ല, എഴുതിച്ചയിൽ എവിടെ ഇല്ല, എന്റെ ഓർമ്മയിലും ഇല്ല, ഇനി ഉണ്ടോ എന്നുള്ളത് എനിക്ക് വേറെ അറിയൊന്നുമില്ല. ആരും ഒന്ന് ചോദിച്ചാലും കൊടുക്കാനുള്ള സ്വത്തൊക്കെ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, മൂത്താപ്പ കിട്ടാണ്ടോ? കിട്ടാൻ ഒരുപാടുണ്ട് മക്കളെ, ഒരുപാടുണ്ട്. എത്ര ഉണ്ടാവും? 10-15 ലക്ഷം ഉണ്ടാവും കിട്ടാന്. അപ്പൊ ഇനി അത് കിട്ടാനുള്ള കണക്കൊക്കെ ഞാൻ ഇപ്പൊ ഇനി അത് നോക്കിയിട്ട് ഇവിടെ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. അവരാണെങ്കിൽ ഇത് തരൂല്ല, എന്നെ കൊണ്ട് ഒരു കുടുംബം വേണ്ട, ഞാനത് പൊരുത്തപ്പെട്ടു കൊടുത്തു. പറയാൻ കഴിയോ നമുക്ക്? നമ്മളെ ആൾക്കാരെങ്ങനെ പറയാറിയാം, പൊരുത്തപ്പെട്ടു കൊടുത്താൽ പിന്നെ പരലോകത്ത് എന്താ ഉണ്ടാകുക? അവിടുന്ന് പിടിച്ച നമുക്ക് ഡിഗ്രി മൂർച്ചയിലായി നമ്മൾ പറയുന്നത്. പൊരുത്തപ്പെട്ടു കൊടുത്താൽ നമ്മൾ കുറവായില്ലേ? നമ്മൾ കുറവാവൂല, നമ്മളും നന്നാകും, നമ്മൾ കാരണം അവരും നന്നാകും. അതാ ഉണ്ടാകുക. പൊരുത്തപ്പെട്ടു കൊടുത്താൽ നമ്മൾ പൊരുത്തപ്പെട്ടു കൊടുത്തില്ലേ, അവർക്ക് നന്നാകാൻ ഒരു വഴിയാണ്. അവർക്ക് നമ്മൾ പൊരുത്തപ്പെട്ടു എന്നുള്ളത് കൊണ്ട് നമ്മളെ വൈകല്യങ്ങളൊക്കെ അല്ലാഹു അഫൂ ചെയ്തു തരാൻ. ജനം കണ്ടാൽ അറച്ചു തുപ്പുന്ന വഷളത്തരങ്ങൾ ഉണ്ടായിരുന്നു വ്യക്തി ജീവിതത്തില്, അതൊന്നുമില്ലാതെ മായ്ച്ചിട്ട് നമ്മുടെ ഡിക്ഷണറി ക്ലിയർ ആക്കി തരാൻ അല്ലാഹു തആല വെച്ചൊരു സബീലാണ് ആ മാപ്പ്. പരലോകത്തെത്തുമ്പോ നമ്മൾ ചോദിക്കും, പടച്ചോനെ എന്റെ വൈകല്യങ്ങൾ പലതും കാണാനില്ലല്ലോ, പലർക്കും നീ പുറത്തു കൊടുത്തില്ലേ, നിന്റെ ആ വൈകല്യങ്ങൾ മുഴുവനും ഞാൻ മായ്ച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു തആല പറയും. എന്ത് കാരണം? ഈ വിട്ടുവീഴ്ച കാരണം. അതിനാണ് സബീൽ ഒരുങ്ങേണ്ടത്, അതിനാ മാർഗം ഒരുങ്ങേണ്ടത്. കുടുംബക്കാരോട് സ്വീകരിക്കേണ്ട നിലപാട്, ബന്ധങ്ങളോട് സ്വീകരിക്കേണ്ട നിലപാട് ഊർജിതപ്പെടുത്തേണ്ടത് അങ്ങനെയാണ്. അത്ഭുതപ്പെട്ടുപോയി മൂത്താപ്പ അങ്ങനെ പറഞ്ഞപ്പോ. 10-15 ലക്ഷം കിട്ടാനുണ്ട്.
മക്കളും പേരമക്കളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല. മൂത്താപ്പ പറഞ്ഞു നമ്മൾ കുറച്ചൊക്കെ ചോദിച്ചു കിടന്നു അവർ തരൂല, തരാൻ അവരെ കൊണ്ട് സാമ്പത്തിക കഴിവില്ല, പിന്നെന്തിനാ വെറുതെ ആ കണക്കേറ്റ് വെച്ച് ഉത്തരക്കുന്നത്. ഞാനതാണ് പൊരുത്തപ്പെട്ടു കൊടുത്തു. ഇനി അതിന്റെ പേരിൽ ആരും ചോദിക്കാനും നിൽക്കണ്ട, പറയാനും നിൽക്കണ്ട. വല്ലതും എന്റെ ഭാഗത്തുനിന്ന് കിട്ടാനുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന് ചോദിച്ചാലിതാ എന്റെ ഈ സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വിറ്റ് കൊടുക്കാൻ വേണ്ടി ആ മക്കളെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ജീവിതത്തിൽ യാത്ര പോകേണ്ടത്. നമുക്കാരെങ്കിലും തരാനുണ്ട് എന്നുള്ള കണക്ക് വെച്ച് പോകുമ്പോ മറ്റുള്ളവർക്ക് കൊടുക്കാനുണ്ടാകുമല്ലോ നമ്മൾക്കറിയാത്ത കണക്ക്. പക്ഷെ മറ്റു പലരുടേതും നമ്മൾ പുറത്തു കൊടുക്കുമ്പോ നമ്മുടേത് അല്ലാഹു തആല പുറത്തു തരാൻ എളുപ്പാണ്. ചില വൈകല്യങ്ങളൊക്കെ കണ്ടാ കൂടെ കിടക്കുന്ന ആൾ കൂടെ കിടക്കുവോ? നമ്മളെ സ്വഭാവ ദൂഷ്യം കണ്ടാ നമ്മളോട് സംസാരിക്കുന്നവർ സംസാരിക്കുവോ? നമ്മളെ സീക്രട്ടുകൾ ചിലത് കണ്ടാൽ കുടുംബം നമ്മളോട് സലാം പറയോ? ആ വൈകല്യങ്ങളൊക്കെ അല്ലാഹു മാപ്പാക്കി തരാൻ, നമ്മളെ അല്ലാഹു തആല സ്വീകരിക്കാൻ എളുപ്പ വഴിയാണ് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന മാപ്പ്. ബന്ധത്തിന്റെ ഏറ്റവും വലിയ നിലനിൽക്കുന്നത് മാപ്പിന്റെ പേരിലാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ ബന്ധങ്ങളും ബന്ധങ്ങളായി നിലനിൽക്കാൻ ഊർജിതപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ശൈലി മാപ്പ് കൊടുക്കലാണ്. വിശുദ്ധ റമദാനല്ലേ വരുന്നത്. ബന്ധങ്ങളൊക്കെ നല്ല രൂപത്തിൽ സുദൃഢമാകണം. ബന്ധങ്ങൾ എന്ന് പറഞ്ഞാൽ കൊണ്ടുകൊടുക്കുന്ന ബന്ധങ്ങൾക്കല്ലല്ലോ പ്രധാനപ്പെട്ട ബന്ധം എന്ന് പറഞ്ഞത്. നിലനിർത്തിപ്പോകുന്ന ബന്ധങ്ങൾക്കാണ് വലിയ ബന്ധം എന്ന് പറഞ്ഞത്. ഒരു പെങ്ങളോടും ഒരു ഉമ്മാന്റെ സഹോദരിയോടും ഒരാളോടും പിണങ്ങിയിട്ട് നമ്മുടെ അമലുകളൊന്നും കൂടുതൽ മുന്നോട്ട് പോയിട്ട് കാര്യമായിട്ടൊരു കാര്യമില്ല. ബന്ധങ്ങൾ അറ്റിട്ട് നമ്മുടെ ജീവിതം വഷളായിട്ട് കാര്യം കുറവാണ്. അറഫാ മൈതാനത്ത് വെച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കാത്തിരിക്കുന്ന നേരം അറഫയിലുള്ള ദുആനേക്കാളും ശ്രേഷ്ഠതയുള്ള ദുആ ഏതാ ഉള്ളത്? ഹജ്ജിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള ദുആ അറഫന്റെ ദുആയാണ്. അറഫയിൽ മുഅ്മിനീങ്ങൾ ഒലിപ്പിക്കുന്ന കണ്ണീര് കണ്ടിട്ടാണ് പിശാച് പൊട്ടിക്കരയാന്ന ഹദീസിലുള്ളത്. കാരണം അറഫയിലുള്ള കണ്ണീർ കണങ്ങൾക്ക് വൻദോഷങ്ങൾ വരെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്, ചെറുദോഷങ്ങളല്ല. അറഫാ മൈതാനത്ത് വെച്ചുള്ള കണ്ണീരിന് അത്രയും വലിയ വിലയുണ്ട്. ജബലുർ റഹ്മയുടെ മുകളിൽ തങ്ങൾ ദ്വാരക്കാൻ വേണ്ടി ഇരുന്ന കല്ല് ഇന്നും അവിടെ ഉണ്ട്, ഇളകിയിട്ടില്ല. ആ കല്ലും പുറത്ത് ഇരിക്കാനാണ് ആളുകൾക്കൊക്കെ തിക്കും തിരക്കുണ്ടാകുക. അവിടെ ദ്വാരക്കാൻ വേണ്ടി തങ്ങൾ സമയം കാത്തിരിക്കുമ്പോ മുന്നിൽ 100,000-ത്തിലധികം വരുന്ന സ്വഹാബത്ത്, പാരാവാരം കണക്കെ പരന്നിരിക്കുന്ന സ്വഹാബത്തിനോട് തങ്ങൾ ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരാള് ബന്ധം വിച്ഛേദിച്ച് നിൽക്കുന്നവരുണ്ടെങ്കിൽ, കുടുംബ ബന്ധം മുറിച്ചവരുണ്ടെങ്കിൽ ഈ സദസ്സിന്ന് എഴുന്നേറ്റ് പോകണം. കുടുംബ ബന്ധങ്ങളിലൊക്കെ കുടുംബ മീറ്റിങ്ങുകളിലൊക്കെ നമുക്ക് പറയാൻ പറ്റൂ ഈ ഹദീസ്. പക്ഷെ അങ്ങനെ തുടക്കത്തിൽ തന്നെ പറഞ്ഞാൽ കസേരയോട് പ്രസംഗിക്കേണ്ടി വരുമെന്നൊരു പേടി തോന്നുക എനിക്ക്. കുടുംബ ബന്ധങ്ങളിൽ ഏതെങ്കിലും ആളോട് വിള്ളൽ നിൽക്കുന്നുണ്ടെങ്കിൽ എഴുന്നേറ്റ് പോകണമെന്ന് സ്വഹാബത്തിനോട് തങ്ങൾ പറഞ്ഞു. ഈ അഭ്യർത്ഥന മാനിച്ചുകൊണ്ട് കേൾക്കാതെ ആരെങ്കിലും ഇരിക്കോ? സദസ്സിൽ നിന്ന് ഒരാൾ മാത്രം എഴുന്നേറ്റുപോയി, ഒരു സ്വഹാബി. തങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ ജഡുതിയിൽ നിർവഹിക്കുന്നവരാണ് സ്വഹാബിമാർ. അവർക്ക് കുടുംബം തടസ്സമല്ല, സമ്പത്ത് പ്രശ്നമല്ല, ആരോഗ്യം അവർ നോക്കൂല. തങ്ങളൊരു കാര്യം പറഞ്ഞോ, ഇദാ അമറഹും ബി അംരിൻ ഇബ്തദറു ഇലൈഹി. സ്വഹാബത്തിന്റെ സ്വഭാവം തങ്ങൾ വിശദീകരിച്ചു. ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ കൊണ്ടുവന്നു. എന്തൊരു കാര്യം പറഞ്ഞാലും പെട്ടെന്ന് അത് നിർവഹിക്കും, അമാന്തിച്ചു നിൽക്കൂല, പെട്ടെന്ന് തന്നെ ചെയ്യും. കാരണം ഉത്തരവ് വരുന്നത് തങ്ങളെ ഉത്തരവാണ്. അത് വേറെ ആരും ഉത്തരവ് പോലല്ല അവർ കാണാം. അത്രയും പെട്ടെന്ന് ഒരു സ്വഹാബി മാത്രം എണീറ്റ് പോയി, വേറെ ആരും പോയില്ല. തങ്ങൾ ദ്വാരന്നില്ല, ദ്വാരക്കാൻ വേണ്ടി ഇങ്ങനെ സമയം കാത്തു നിന്നു. ആ സ്വഹാബി വരുന്നവരെ കാത്തു നിന്നു. അറഫാ മൈതാനത്തെ സ്വഹാബത്തൊക്കെ ഇരിക്കാണ്. തങ്ങൾ ജബലുർ റഹ്മയുടെ മുകളിലുണ്ട്, താഴെ ഭാഗത്തൊക്കെ ആളുകളുണ്ട്. തങ്ങളെ ഹജ്ജിന് പോകാന്ന് കേട്ടിട്ട് യമനെന്നും ഷാമെന്നും ഒക്കെ സ്വഹാബത്ത് വാഹനം എടുത്ത് മക്കയിലേക്ക് എത്തിയിട്ടുണ്ട്. തങ്ങളെ കൂടെ ഒരു ഹജ്ജല്ലേ, അത്രമാത്രം ഷറഫാക്കപ്പെട്ടൊന്നും വേറല്ലല്ലോ. ഇക്കൊല്ല ഹജ്ജിന് ഉംറക്ക് ഉദ്ദേശിച്ച ആളുകളുണ്ട്. അള്ളാഹു തൗഫീഖ് ഏറ്റി കൊടുക്കട്ടെ, അസ്ബാബുകളൊക്കെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കട്ടെ. ആഫിയത്തുള്ള കാലത്ത് തന്നെ നമുക്കെല്ലാവർക്കും, നമ്മുടെ കുടുംബാംഗങ്ങൾക്കും നമ്മോട് ഉപദേശിച്ചവർക്കും ഒക്കെ അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, ആ സ്വഹാബി ഇങ്ങനെ പതുക്കെ തിരിച്ചു വന്നു. സദസ്സിലേക്ക് എത്തിയപ്പോ തങ്ങൾ വിളിച്ചു, അടുത്തേക്ക് വിളിച്ചു. ആ സ്വഹാബത്തിന്റെ കൂട്ടത്തിലായിട്ട് ഇങ്ങനെ അടുത്തേക്ക് ഇങ്ങനെ വരികയാണ്. ഒരു സ്വഹാബി മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ ആരും എണീറ്റ് പോയിട്ടില്ല. അടുത്തേക്ക് വരിക. അടുത്തേക്ക് വന്നപ്പോ തങ്ങൾ ചോദിച്ചു, അല്ല നിങ്ങൾ മാത്രം എന്തേ പോയത്? വേറെ ആരും പോയില്ലല്ലോ, ഈ ഇരിക്കുന്ന സ്വഹാബത്തിൽ ആരും എഴുന്നേറ്റില്ലല്ലോ, നിങ്ങൾ മാത്രാണല്ലോ എഴുന്നേറ്റത്. ആ സ്വഹാബി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എന്റെ ഉമ്മാന്റെ സഹോദരിയുടെ വീട്
ഇവിടെ മിനയിലാണ്, അടുത്ത് തന്നെയാണ്, കുറച്ചങ്ങോട്ട് നടക്കാനേ ഉള്ളൂ, മിനയിലാണ്. ഞാനും ഉമ്മാന്റെ സഹോദരിയും തമ്മിൽ ചെറിയൊരു കശപിശ ഉണ്ടായിരുന്നു, ബന്ധത്തിനൊരു കുറവുണ്ടായിരുന്നു. തങ്ങൾ അങ്ങനെ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് ആദ്യം വന്നത് ആ ചിത്രമാണ്. അത് നന്നാക്കണം എന്ന് കരുതിയിട്ടാ ഞാൻ പെട്ടെന്ന് പോയത്. ഞാൻ ആ വീട്ടിൽ കയറുമ്പോ തന്നെ ഉമ്മാന്റെ സഹോദരി പറഞ്ഞു, ഇത് നിന്റെ പതിവല്ലല്ലോ, കുറെ ദിവസമായാലും ഇങ്ങോട്ട് വന്നിട്ട് ചെറിയ പ്രശ്നമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കല്ലേന്നോ, എന്താ ഇപ്പൊ ഒരു അസമയത്തുള്ള വരവ്? ഞാൻ പറഞ്ഞു, ഞാൻ അറഫ മൈതാനത്ത് നിന്നാ വരുന്നത്, ദ്വാരക്കാൻ വേണ്ടി നബിതങ്ങൾ സമയം കാത്തു കഴിയാണ്. ബന്ധം മുറിച്ചവരാരെങ്കിലും ഉണ്ടെങ്കിൽ പോകണം. ബന്ധം മുറിച്ച ആൾക്കാർ വളരെ മോശപ്പെട്ടാലോട്ടോ. 3 വട്ടം ഖുർആൻ പോലെ ലാനത്ത് ചെയ്തത്. എത്ര വട്ടം? 3 വട്ടം. ഖുർആൻ ശപിച്ച 3 വട്ടം ശപിച്ച കൂട്ടരാണ് ബന്ധവിച്ഛേദനം നടത്തിയവര്. ഞാൻ ആയത്തും തഫ്സീറും ഓതി നീട്ടി പറയാൻ നേരമില്ലാത്തതുകൊണ്ടാണ്. 3 വട്ടമുള്ള ലാനത്ത് ചെയ്ത കൂട്ടരാണ്. ഇത്ര മോശപ്പെട്ട ആൾക്കാർ വേറല്ല. മുറിച്ചേക്കേണ്ട റമദാനാ വരുന്നത്. വെറും നെവയത്തുകൊണ്ട് മാത്രം നോമ്പൊന്നും ക്ലിയർ ആകൂല, കൽബ് ക്ലിയർ ആക്കണം. തറാവി കൊണ്ട് മാത്രം ഉത്തരം കിട്ടുമെന്ന് കരുതരുത്, കൽബ് ക്ലിയർ ആക്കി ബന്ധം റെഡിയാക്കണം. ദുആന്റെ സുവർണാവസരങ്ങൾ ഇന്ന് രാത്രിക്ക് ദ്വാരക്കാൻ പോകല്ലേ, അക്ഷരം പ്രതി ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കാൻ ബന്ധം നന്നാക്കണം. ലൈലത്തുൽ ഖദ്റൊക്കെ അനുകൂലമായി കിട്ടണ്ടേ, ബന്ധം നന്നാക്കണം. നമ്മളോട് ഓരോരുത്തരോടാണ് വയസ്സ് 90 ആയി എന്ന് കരുതിയിട്ടൊന്നും അല്ലാഹു തആല അഫ്വ ചെയ്യൂല. എല്ലാ താടിയും തൊപ്പറയും ഒക്കെ നരച്ചല്ലോ, ഇനി ഒന്ന് പൊരുത്തു കൊടുക്കല്ല. അയാളെ കൽബ് നരച്ചിട്ടില്ലല്ലോ, കൽബ് ഇപ്പോഴും യൗവന, കൽബ് ഇപ്പോഴും വികൃതി മാറിയിട്ടില്ല. ആ കൽബൊന്ന് ക്ലിയർ ആക്കണ്ടേ, എന്നാ പെട്ടെന്നല്ലേ അല്ലാഹു തആല സാധ്യമാക്കി തരുന്നത്. എല്ലാ ഹജ്ജും ഉണ്ട്, ഇത്തികാഫും ഉണ്ട്, നിസ്കാരം ഉണ്ട്, നോമ്പും ഉണ്ട്, തയമ്പും ഉണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ബന്ധം വളരെ മോശമാണ്. എന്നാ ആള് മോശം തന്നെ, പറയാനൊന്നുമില്ല കാര്യമായിട്ട്. ബന്ധനായിക്കൂടാ ഒരു ബന്ധവും. അപാകത നമ്മളെ ഭാഗത്തു നിന്നാണെങ്കിലും മറുഭാഗത്തു നിന്നാണെങ്കിലും ഒന്ന് തിരുത്താനുള്ള മനസ്സ്, ആ മനസ്സിനാണ് ഏറ്റവും വലിയ നല്ല മനസ്ഥിതി. ആ സ്വഹാബിനോട് പറഞ്ഞപ്പോ, ഇത് പതിവുള്ള വരവല്ലല്ലോ, ഞാനിങ്ങനെ ദുആക്ക് തങ്ങൾ നിൽക്കുമ്പോ എഴുന്നേറ്റ് പോകാൻ പറഞ്ഞപ്പോ വന്നതാണ്, നിങ്ങൾ പൊരുത്തപ്പെട്ടരണം. നബിയെ, ഞാൻ എന്റെ ഉമ്മാന്റെ സഹോദരിയെ കൈപിടിച്ചു. കൈപിടിച്ച ഒന്നുമുറിയോ? ഒന്നുമുറിയില്ല, ഒന്നുമുറിയാത്ത ബന്ധല്ലേ. കൈപിടിച്ചു, മാപ്പ് ചോദിച്ചു, മാപ്പ് എനിക്കവര് തന്നു. ഞാൻ അങ്ങോട്ടും മാപ്പ് കൊടുത്തു, എനിക്കവര് ദ്വാരന്ന് തന്നു, ഞാൻ അങ്ങോട്ടും ദ്വാരന്ന് കൊടുത്തു. സലാം പറഞ്ഞു പോന്നു. തങ്ങൾ അപ്പോഴാണൊന്ന് ചിരിച്ചത്, സന്തോഷത്തിന്റെ ഒരു ചിരി. ഈ ദുൽഹിജ്ജ കഴിഞ്ഞാൽ, മുഹറം, സഫർ, റബീഉൽ അവ്വൽ കഴിഞ്ഞാല് തങ്ങൾ ലോകത്തിന് സമർപ്പിക്കാനിരിക്കുന്ന ബറ്റാലിയനാണ് മുന്നിലിരിക്കുന്ന ഈ സഖാക്കളായ സ്വഹാബിമാർ, ശിഷ്യഗണങ്ങൾ. ഒരാൾ പോലും ഒരു ബന്ധത്തിനും കുറവുള്ളവരാകരുത്. എല്ലാവരും 100% ബന്ധത്തിൽ മികവുള്ള ആളുകളാകണം, ലോകത്തെ നയിക്കുന്ന നായകന്മാർ. അതിനാ തങ്ങൾ ഈ ഭാഗം പൂരിപ്പിക്കുന്നത്. ഒന്നുകൂടി ചേർക്കാനുണ്ടായിരുന്നു, അതാണ് ഈ പൂരിപ്പിച്ചത്. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഏതായാലും പോയി പൊരുത്തപ്പൊടിച്ച് വന്നല്ലോ, എല്ലാരോടും കൂടി ഒരു കാര്യം പറയട്ടെ. അലാ ഇന്ന മലായികത്തർ റഹ്മ, ഇന്ന മലായികത്തർ റഹ്മ, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മാലാകമാർ, ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹ്മ, ഒരു ബന്ധം മുറിച്ച ആളുള്ള സദസ്സില് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലക്കിറങ്ങൂല. ഒറ്റ ആള് മതി. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഏത് സദസ്സ് സംഘടിപ്പിച്ചാലും ആദ്യം ചെയ്യുന്ന അനൗൺസ്മെന്റ് എന്താണെന്നറിയോ? നിസ്കരിക്കാത്തോ എണീറ്റ് പോകണമെന്നല്ല, ബന്ധം മുറിച്ചോണ്ടെങ്കിൽ എണീറ്റ് പോകണമെന്നാണ്. ഇബ്നു ഉമർ തങ്ങൾ ഏത് സദസ്സ് സംഘടിപ്പിച്ചാലും എത്ര ആള് വാതേക്കാൻ വന്നാലും ആദ്യം പറഞ്ഞ ഉപദേശതാ, ബന്ധം മുറിച്ചോലുണ്ടെങ്കിൽ പതുക്കെ എണീറ്റ് പോകണട്ടോ. അവിടെ ദ്വാരനാലൊക്കെ വെറുതെയാണ്, നമ്മളാ കൊല്ലി കേടാകാതല്ല, കാര്യമായിട്ടൊന്നും കിട്ടൂല. റഹ്മത്തിന്റെ മലക്കൾ തന്നെ ഇറങ്ങാൻ സാധ്യതല്ല. അത്രയും മോശപ്പെട്ട സദസ്സാണ്. ഒരാളുണ്ടായ മതി ബന്ധവിച്ഛേദി. നമ്മളെ ജുമയും ജമാഅത്തൊക്കെ ക്ലിയർ ആണോ? എല്ലാവരും റെഡിയാണോ? നഷ്ടമായി തോന്നുന്നുണ്ടോ? പടച്ചോനെ, മറ്റാളുണ്ടായിരുന്നല്ലോ, ഇയാളുണ്ടായിരുന്നല്ലോ, അയാളുണ്ടായിരുന്നല്ലോ, ആരും ഇല്ലെങ്കിൽ ഞാൻ ഉണ്ടായിരുന്നല്ലോ, ഇങ്ങനെ ചിത്രം. റഹ്മത്തിന്റെ മലക്കിറങ്ങൂല. ഇന്ന മലായികത്തി റഹ്മ ലാ തൻസിലു അലാ ഖൗമിൻ ഫീഹിം ഖാതിഉ റഹിം. ബന്ധവിച്ഛേദി ഒരു മെമ്പർ ഉള്ള സദസ്സില്, ഒറ്റ ആളുള്ള സദസ്സില് റഹ്മത്തിന്റെ മലക്കിറങ്ങൂലാന്ന് അറഫാ മൈതാനത്ത് വെച്ച് ആ സ്വഹാബിദ് പറഞ്ഞപ്പോ സദസ്യരോട്, ലോകത്തോട് തങ്ങൾ പറഞ്ഞു. നമ്മൾ മാനിക്കേണ്ട മാനം അതാണ്. ബന്ധങ്ങൾ സുദൃഢമായി നിലനിർത്തണം. ആയുസ് അല്ലാഹു തആല കൂട്ടിത്തരും. റിസ്ഖിൽ അല്ലാഹു തആല വിശാലത തരും. റിസ്ഖിൽ വിശാലത ഉണ്ടാകാനല്ലേ യാസീനൊക്കെ ഓതുന്നത്? ഇന്ന് ബറാത്തിരാവല്ലേ, അതിനേക്കാളും വിശാലത കിട്ടും, ആയുസ് നീട്ടിക്കിട്ടും. ദാവൂദ് നബി അലൈഹിസ്സലാമിനെ കാണാൻ വേണ്ടി അസ്രായിൽ വന്നപ്പോ വിസിറ്റിന് വന്നതാണ്, റൂഹ് പിടിക്കാനല്ല. അസ്രായിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മുന്നിലൂടെ ഒരാൾ ഇങ്ങനെ പോയപ്പോ അസ്രായിൽ അലൈഹിസ്സലാം പറഞ്ഞു, ദാവൂദ് നബിയെ, ആ പോകുന്ന ആളില്ലേ, അയാൾക്ക് 6 ദിവസം കൂടിയ ദുന്യാവിൽ ആയുസ് ബാക്കിയുള്ളൂ. മുപ്പരുത്തതിന്റെ ചിത്രം ഉണ്ടല്ലോ.
അതിന്റെ എല്ലാ കാറ്റലോഗും ഉണ്ടല്ലോ, ആരെ പിടിക്കണം, ഏത് സമയത്ത് പിടിക്കണം. അസ്രായേൽ പറഞ്ഞു ആ പോണ ആ 6 ദിവസം കൂടി ദുന്യാവിലുള്ളൂ. ദാവൂദ് നബി അലൈഹി സ്വലാം 2, 3, 4 കൊല്ലം കഴിഞ്ഞിട്ട് ഈ മനുഷ്യനെ കണ്ടപ്പോ ദാവൂദ് നബി ചിന്തിച്ചു, പടച്ചോനെ ഇയാളെ പറ്റിയല്ലേ എന്ന് 6 ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞു. ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കണ്ടല്ലോ, മരിച്ചിട്ട് പിന്നെയും ജീവിച്ചോ? അസ്രായേൽ അലൈഹി സ്വലാം പിന്നൊരിക്കൽ വന്നപ്പോ ചോദിച്ചാൽ നിങ്ങൾ 6 ദിവസം ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഹയാത്തിലുണ്ടല്ലോ, അത് നിങ്ങൾക്ക് കേൾക്കണോ? നേരെ പിറ്റേന്ന് അയാൾ ചേർക്കപ്പെടാത്തൊരു ബന്ധം ഉണ്ടായിരുന്നു, മുറിഞ്ഞു കിടക്കുന്ന ഒരു ബന്ധം. ആ ബന്ധം ചേർത്തിട്ട് ബന്ധം ഉഷാറായപ്പോ അല്ലാഹു തആല ഒരു 20 കൊല്ലത്തെ ആയുസ്സും കൂടി നീട്ടിക്കൊടുത്തിട്ടുണ്ട്. 1 കൊല്ലല്ല, 20 കൊല്ലത്തെ ആയുസ് കൂടി അല്ലാഹു തആല നീട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കൊല്ലം കൂടി കഴിഞ്ഞിട്ട് ആള് മരിക്കുള്ളൂ. ആയുസ് നീളാനൊക്കെ എന്തും ചെയ്യൂല, നമ്മൾ എന്തും ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും ചികിത്സക്കാരത്ത് പോയൊക്കെ നിങ്ങൾക്ക് ആയുസ് 25 കൊല്ലം നീട്ടിക്കിട്ടും. ഒരു 10,000 രൂപ സംഭാവന എന്ന് പറഞ്ഞാൽ എണ്ണി കൊടുക്കൂല അവിടെ, ഒരു മിനിറ്റ് താമസിക്കാതെ. ഒരു ചെലവുമില്ല, ഒറ്റ കാര്യമുള്ളൂ, സിലത്തുർ റഹിം. കുടുംബ ബന്ധം ചേർക്കുന്നത് ദുന്യാവിലും ആഖിറത്തിലും സമൃദ്ധി ലഭിക്കുന്ന കാര്യമാണ്. അർശിന്റെ തണൽ കൊള്ളുന്ന 77 വിഭാഗങ്ങളിൽ എണ്ണപ്പെട്ടൊരു വിഭാഗമാണ് വാസിലുർ റഹിം. കുടുംബ ബന്ധം ചേർത്ത ആൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബ ബന്ധം മാത്രമല്ല കേട്ടോ ആ ആയത്തിൽ എണ്ണിയത്, വൽ യതാമ അനാഥകൾ, വൽ മസാക്കീൻ മിസ്കീന്മാർ, വൽ ജാരിദിൽ ഖുർബ വിശദമായി പറയാൻ നേരല്ല, അടുത്ത അയൽവാസികൾ, വൽ ജാരിൽ ജുനുബി അകന്ന അയൽവാസികൾ. രണ്ടുമുണ്ട്, 2 തരത്തിലെ അയൽവാസികളുണ്ട്. അടുത്ത അയൽവാസികൾ എന്ന് പറഞ്ഞാൽ തെക്ക്, വടക്ക്, കിഴക്ക്, പടിഞ്ഞാറ് 40 വീട്, അതാണ് അടുത്ത അയൽവാസികൾ. അതിന്റെ അപ്പുറമുള്ളത് അകന്ന അയൽവാസികൾ. വസ്വാഹിബി ബിൽ ജംബ്, കൂട്ടത്തിൽ ഒപ്പം പഠിച്ച ആള്, ഒപ്പം തൊഴിലെടുത്ത ആള്, ഒപ്പം യാത്ര ചെയ്ത ആള്, ഒപ്പം ഒരു സമയത്ത് ഹോസ്പിറ്റലിൽ ഇങ്ങനെ താമസിച്ച് ബന്ധം പുലർത്തി ഏതെങ്കിലും ഒരു നിലക്ക് ബന്ധം വന്ന ആള് സ്വാഹിബി ബിൽ ജംബ്. വബിനി സബീൽ, കൂടെ യാത്ര ചെയ്യുന്ന യാത്രക്കാര്, വമാ മലക്കത്ത് ഐമാനുക്കും, കീഴിലുള്ള തൊഴിലാളികൾ, ജീവനക്കാര്, ബാക്കിയുള്ള ആൾക്കാര്, ഇവർക്കൊക്കെ സേവനം ചെയ്യണം, ഇവർക്കൊക്കെ ഗുണം ചെയ്യണം. അപ്പോഴേ ഇബാദത്ത് താമാകുള്ളൂ, പൂർണ്ണാകുള്ളൂ, നമ്മളെ ബന്ധമായി നിലനിൽക്കുകയുള്ളൂ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ സദസ്സ് അല്ലാഹു തആല ഖബൂലാക്കി തരട്ടെ. എൻ്റെ സമയം വളരെ പരിമിതമാണ്. അവിടെ ഒരു പരിപാടിക്ക് കൂടി മുഖം കാണിക്കേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നിങ്ങളെ ഈ സദസ്സ് കണ്ട് നിർത്തിയതല്ല, അവിടെ ഒരു പരിപാടി കൂടി ചെറിയൊരു നിലക്കെങ്കിലും ഓർക്കൊരു സന്തോഷം വേണ്ടേ, ഒന്ന് മുഖം കാണിക്കണം. അതൊരു പൊരെയുള്ള പരിപാടിയാണ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സ് സ്വീകരിക്കുമാറാകട്ടെ. ഞാനോ അല്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദ. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا مولانا محمد. അർഹമുർ റഹീമീനായ അല്ലാഹ്, ദർസ് വാർഷികത്തോടനുബന്ധിച്ച് ഞങ്ങൾ ഈ ഒരുമിച്ച് കൂടിയ ഈ പരിപാടി നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബങ്ങളിൽ നിന്ന് മൺമറഞ്ഞുപോയ ഉപ്പമാര്, ഉമ്മമാര്, കുടുംബാംഗങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാര്, എല്ലാ ആളുകൾക്കും നീ മഗ്ഫിറത്തും റഹ്മത്ത് വിശാലമാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ ഈ പള്ളിയുടെ ചാരത്തി വിശ്രമിക്കുന്ന ഒരുപാട് മുഅ്മിൻ മുഅ്മിനാത്തുകളുണ്ട്, എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. സ്വർഗീയമായ അവസ്ഥ നൽകി സന്തോഷം നൽകണേ റഹ്മാനെ. നിതാന്തമായ നൂറ് അവരെ ഖബറിൽ നീ നിത്യമാക്കി കൊടുക്കണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങൾ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ എല്ലാവർക്കും ആഫിയത്ത് നൽകണേ അല്ലാഹ്. സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന പല കുടുംബക്കാരും സുഹൃത്തുക്കളും സ്നേഹികളുമുണ്ട്. എല്ലാവരുടെയും എല്ലാവിധ വിഷമഘട്ടങ്ങളും മാറ്റിക്കൊടുത്ത് അവർക്ക് നല്ല സന്തോഷം നൽകണേ റഹ്മാനെ. കുടുംബാംഗങ്ങളിൽ രോഗികളുണ്ട്, നീ ശിഫാ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ.